ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് KFC സ്റ്റൈലിലുള്ള കൊളസ്ട്രോയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ KFC ചിക്കനും അതുപോലെ തന്നെ ബ്രോസ്റ്റഡ് ചിക്കനും എല്ലാം കഴിക്കുന്ന സമയത്ത് എപ്പോഴും ഓർഡർ ചെയ്യുന്നതാണ് ഈ കൊളസ്ട്രോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണ് ഈ കൊളസ്ട്രോ. അപ്പോൾ നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള KFC സ്റ്റൈലുള്ള കൊളസ്ട്രോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൊളസ്ട്രോ റെഡിയാക്കുന്നത് നോക്കാം. കൊളസ്ട്രോ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് കാബേജ് എടുത്തിട്ടുണ്ട്. ഈ കാബേജ് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തെടുത്ത ശേഷം ചെറുതായിട്ട് കൊത്തി എടുത്തിട്ടുള്ളതാണിത്. നന്നായിട്ട് ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ. എന്നാലേ നമുക്ക് KFCയിൽ കിട്ടുന്ന അതേ സ്റ്റൈലിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. KFCയിൽ നമ്മൾ കൊളസ്ട്രോ വാങ്ങിക്കുന്ന സമയത്ത് കേബേജ് നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്ത ശേഷം കത്തി കൊണ്ട് വീണ്ടും അതിങ്ങനെ കൊത്തി അരിഞ്ഞെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് വേണം. ഒരുപാട് ക്യാരറ്റൊന്നും ചേർക്കേണ്ടല്ല, വളരെ കുറച്ച് മാത്രം, ഒരു പേരിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റും ഞാൻ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. കൂടുതൽ ക്യാബേജ്, വളരെ കുറച്ച് ക്യാരറ്റ്, അങ്ങനെയാണ് വേണ്ടത്. ഇനി നമുക്കിതെങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. വലിയൊരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരിക്ക് പകരമായിട്ട് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഞാൻ 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ മയോനൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിന് വേണമെങ്കിൽ മാത്രം ഒരല്പം കൂടി മയോനൈസ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടി മയോനൈസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നോക്കിയിട്ടേ ചേർക്കുന്നുള്ളൂ. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വരുന്ന സമയത്ത് തന്നെ ഇത് കുറച്ച് ക്രീമി ആയിട്ട് വരും. അപ്പോൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് അത്യാവശ്യം ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ക്രീമി ആയിട്ട് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൊളസ്ട്രോ ഞാനൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതെപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇങ്ങനെ എടുക്ക് എന്താ പറയുക, ക്യാരറ്റ് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു രസം. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ക്യാരറ്റ് ഒരുപാട് ചേർക്കരുത്, കുറച്ച്, കൂടുതൽ കാബേജ്, വളരെ കുറച്ച് ക്യാരറ്റ്, അപ്പോഴേ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ ക്രീമി ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ മയോനൈസ് ചേർക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാര ചേർത്ത് ഇത് അലിഞ്ഞ് വന്നപ്പോൾ തന്നെ കുറച്ച് ക്രീമി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ KFC സ്റ്റൈലുള്ള കൊളസ്ട്രോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എല്ലാവരും തയ്യാറാക്കി കൊടുക്കണം. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണാം. അതുകൂടി ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.